ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആക്രിലിക് പെയിൻറ്റ് എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3 ആക്രിലിക് ബോട്ടിൽ കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല, നിങ്ങൾക്ക് ഏത് തരം ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് അതിൻ്റെ തന്നെ ബോട്ടിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് പോവാം. ആക്രിലിക് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. കുട്ടിക്കൂരയുടെ പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ടാൽക്കം പൗഡർ എടുക്കാം. ടാൽക്കം പൗഡർ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും പൗഡർ ആയാലും മതി. അത് വൈറ്റ് പൗഡർ ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ആവശ്യം ഫെവിക്കോളാണ്. എല്ലാവരുടെ അടുത്തും കാണും ഫെവിക്കോള്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും ആവശ്യമുള്ളത് വെള്ളമാണ്. വെള്ളം ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഘടകം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കാണിക്കാനായിട്ട് ഇവിടെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ ഞാനൊരു ചെറിയൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഈർക്കിളി എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇളക്കാനായിട്ട്, ഇളക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സമയങ്ങളായ നേരെ അപ്പോൾ ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഒരു സ്പൂൺ പൗഡർ നമ്മൾ എടുക്കണം. പൗഡർ നേരെ സ്പൂണിലേക്ക് തട്ടിയിട്ട് കഴിഞ്ഞ് അത് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്, അതിനകത്ത് പൗഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ പൗഡർ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ആ ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഫെവിക്കോൾ കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഫെവിക്കോൾ നേരെ സ്പൂണിലേക്ക് ഒഴിക്കണ്ടാലോ എന്ന് വിചാരിച്ച് അതിനകത്തേക്ക് നമ്മുടെ പൗഡറിലേക്ക് നേരിട്ട് തന്നെ ഒഴിക്കുവാണ്. അപ്പോൾ അളവ് കൃത്യമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂണിൽ ഒഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഭയങ്കര വലിയ റേഷ്യോ ഒന്നും ശരിയാവണമെന്നൊന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ കറക്റ്റ് 1 സ്പൂൺ ഫെവിക്കോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പോൾ ഇച്ചിരി വെള്ളമോ കൂടിപ്പോയെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതിനകത്തേക്ക് വീണ്ടും പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ ഫെവിക്കോളോ ആഡ് ചെയ്താൽ മതി. ഈ നമ്മുടെ ഒഴിച്ചിരിക്കുന്ന മിക്സ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എത്രയും നമുക്ക് ഇളക്കി യൂസ് ചെയ്യാൻ പറ്റുന്നു അത്രയും നമ്മൾ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് നമ്മൾ ഇളക്കി മിക്സ് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ അതിൻ്റെ റേഷ്യോയോ കൺസിസ്റ്റൻസിയോ എത്തുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വാട്ടറോ അല്ലെങ്കിൽ എന്താണ് അതിന് കുറവ് അതനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആക്രിലിക് പെയിൻറ്റ് കൺസിസ്റ്റൻസി ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ബോട്ടിൽ ആക്രിലിക് പെയിൻറ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ സെയിം കൺസിസ്റ്റൻസിയും അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ്. നമ്മളപ്പോൾ അടുത്തൊരു ബോട്ടിലും കൂടി ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്, 2-3 ബോട്ടിൽ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വൈറ്റ് കളറാണ് ഇതിനകത്തോടെ നമുക്കിപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മൾ ബാക്കിയുള്ള കോംപ്ലിമെൻ്ററി കളേഴ്സായിട്ടുള്ള ബാക്കി കളേഴ്സൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ബാക്കികൾ നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ 3 ബോട്ടിലൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ബോട്ടിൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മെത്തേഡ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. 3 തരത്തിൽ നമുക്ക് 3 കളർ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായ കളറുകൾ നമുക്ക് 3 മെത്തേഡുകളിലൂടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ടാണ് ഇവിടെ 3 ബോട്ടിൽ നമുക്ക് എടുത്തിരിക്കുന്നത്. ഏത് കളർ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓരോ മെത്തേഡിന് വേണ്ടി ഓരോ സ്പെസിഫിക് ആയിട്ട് കളർ എന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഈ ഞാൻ കാണിക്കുന്ന 3 മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. സമയങ്ങളിൽ അപ്പോൾ നമുക്ക് മെത്തേഡിലേക്ക് കിടക്കാം. ഈ 3 മെത്തേഡ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ 3 കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് മെത്തേഡിലുള്ള കളേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ നമുക്ക് ആവശ്യം സ്കെച്ച് പെന്നാണ്. അപ്പോൾ മീഡിയം സൈസുള്ള സ്കെച്ച് പെന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്തോരം ഡീപ്നെസ് ആണോ എത്രയും ഡാർക്കായിട്ടുള്ള കളറാണോ ആവശ്യം അതനുസരിച്ചുള്ള അതിൻ്റെ സ്കെച്ചിൻ്റെ സൈസ് നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്കിൽ എനിക്ക് ഏകദേശം ഒരു ഗ്രേ നല്ലൊരു ബ്ലാക്ക് തന്നെയാണ് എനിക്ക് ആവശ്യം. ഞാൻ ഇത്രയുള്ളൊരു സ്കെച്ചാണ് എടുത്തിരിക്കുന്നത്. സ്കെച്ചിൻ്റെ ബാക്കിലുള്ള സ്പോഞ്ച് നമ്മൾ ഒന്ന് എടുക്കണം. ആ കളറ് ഉള്ള സ്പോഞ്ചില്ലേ, ആ സ്പോഞ്ച് നമ്മൾ അതിനകത്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനകത്ത് ആ ഓരോ ഡ്രോപ്സ് ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആക്രിലിക് പെയിൻറ്റ് ബോട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഞെക്കിക്കഴിഞ്ഞാൽ അതിലൂടെ തുള്ളിയായിട്ട് വരുന്നില്ലെങ്കിൽ നമുക്ക് മേളിൽ 2-3 തുള്ളി വെള്ളം ഇറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഞെക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കളറ് നമുക്ക് ഓരോരോ തുള്ളിയായിട്ട് നമുക്ക് വീഴുന്നതാണ്. അപ്പോൾ അല്ലാതെ നമുക്ക് ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയതൊക്കെ ആണെങ്കിൽ വീഴും. ഞാനിപ്പോൾ എൻ്റെ ഇവിടെ ഇരിക്കുന്ന സ്കെച്ച് കുറച്ച് പഴയതാണ്, അതുകൊണ്ട് നമ്മൾ മേളിൽ 2-3 ഡ്രോപ്പ് വെള്ളം നമ്മൾ ഇറ്റിച്ച് കൊടുക്കുകയാണ്. നമുക്കപ്പോൾ ആവശ്യത്തിനുള്ള ഡ്രോപ്സ് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു 5-6 ഡ്രോപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളർ എന്തോരം നമുക്ക് ഡാർക്ക് ആണോ നോക്കിയിട്ടാണ് ഞാൻ ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്യുന്നത്.
നമുക്ക് എന്തോരം ഡാർക്ക്നെസ്സാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള ഡ്രോപ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി നിങ്ങൾ ഇളക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ കുറച്ച് മിക്സ് ആവടുന്ന് കിടന്നു കഴിഞ്ഞാൽ പലയിടത്തും പല പല കളറായി പോകും. അവിടെ നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മെത്തേഡ് ചെയ്തപ്പോൾ ചെറിയൊരു പണി കിട്ടി. ഞാൻ എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിറച്ചതിന് മഷിയായി. അപ്പോൾ നിങ്ങൾ പെർമനൻറ്റ് മാർക്കറാണ് എടുക്കുന്നതെങ്കിൽ ഗ്ലൗസ് ഇട്ടത് ഞെക്കി അതിൻ്റെ ഡ്രോപ്സ് വീഴിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെയൊക്കെ ആവും. ഇപ്പോൾ ഞാൻ പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ കയ്യിൽ കളർ പോകാത്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലാക്ക് കളർ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മെത്തേഡ് നമുക്ക് നോക്കാം. നമ്മുടെ സെക്കൻഡ് മെത്തേഡ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ ഫുഡ് കളറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ബ്രൗൺ കളറാണ് എൻ്റെ കളക്ഷനിൽ ഇല്ലാത്തത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ കാപ്പിപ്പൊടി എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തോരും അതിൻ്റെ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കണക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമുക്ക് എന്തോരും ഡാർക്കുള്ള കളറാണ് നമുക്ക് ആവശ്യം, അതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. കാപ്പിപ്പൊടി ആഡ് ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാപ്പിപ്പൊടി എന്ന് തന്നെയല്ല, ഏത് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ശരിക്കും ഇളക്കണം, അല്ലെങ്കിൽ അതിൻ്റെ തരിതരി നമുക്ക് അവശേഷിക്കും. അത് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അത്രയും നമുക്ക് ഇതായിട്ട് നമുക്ക് കിട്ടത്തില്ല, അത് നമുക്ക് സുഖമായിട്ട് നമുക്ക് തോന്നില്ല. അതുകൊണ്ട് കാപ്പിപ്പൊടി ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. ഇവിടെ ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇളക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് കാണിക്കാനായിട്ട് സാധിച്ചില്ല. ഞാനിവിടെ 2.5-3 സ്പൂണോളം ഞാനിവിടെ കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട്. കാപ്പിപ്പൊടി എടുക്കുമ്പോൾ നിങ്ങൾ നല്ല കട്ടിയുള്ള നല്ല കടുപ്പമുള്ള കാപ്പിയുടെ പൊടി എടുക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ അധികം പൊടി അതിനകത്തേക്ക് യൂസ് ചെയ്തേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മുടെ സെക്കൻഡ് മെത്തേഡിലൂടെ നമ്മൾ ബ്രൗൺ കളറും ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് അത്രയും ഡാർക്ക്നെസ് മതി. അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കാപ്പിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് പുറത്തേക്ക് അധികം കളർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. കാരണം നമ്മൾ ആദ്യം എടുത്തത് വൈറ്റ് കളർ, അതിൻ്റെ പുറത്ത് ആ ഗ്ലാസ്സിലൂടെ ഫുള്ള് പറ്റി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ പുറത്തേക്ക് ബ്രൗൺ അധികമായിട്ട് കാണാത്തത്. നമുക്കപ്പോൾ മൂന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ മെത്തേഡും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. നിങ്ങളുടെ അടുത്ത് ഇങ്ക് പെൻ അല്ലെങ്കിൽ ഉജാല കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള കളർ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ക് പെൻ ഇപ്പോൾ ഏതെങ്കിലും കളർ നിങ്ങളുടെ കയ്യിൽ റെഡ് അല്ലെങ്കിൽ ഏത് കളർ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളർ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ എൻ്റെ കയ്യിൽ ഉജാല ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ക് പെൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇങ്ക് പെൻ്റെ ഫില്ലറിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള എന്തോരം നമുക്ക് ഡീപ്നെസ് വേണം, അതിനനുസരിച്ച് നമ്മൾ ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എല്ലാത്തിനും പറഞ്ഞ പോലെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ മെത്തേഡിലൂടെ അടിപൊളി ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത്. എല്ലായിടത്തും അങ്ങനെ ഈ കളർ കിട്ടുന്നതല്ല. ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു സൈസ് ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത്. ഒരു അടിപൊളി കളറാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ബോണസ് ടിപ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. 1 ടിപ്പല്ല, 2 ടിപ്പുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ അടുത്ത് ഏതെങ്കിലും ആക്രിലിക് ബോട്ടിൽ തീരാറായിട്ട് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ പോകാനായിട്ട് സാധിക്കത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ സെയിം ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് കളറാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ലൈറ്റർ കളർ നമുക്ക് കിട്ടും. ഇനി മുതൽ ആക്രിലിക് പെയിൻറ്റ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ബോട്ടിൽ കളയണ്ട. ഇതേപോലെ നമുക്ക് കുറച്ച് നാളും കൂടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ബോണസ് ടിപ്പ് 2ലേക്ക് കിടക്കാം. എൻ്റെ കയ്യിൽ അപ്പോൾ ഒരു ഗ്രീൻ കളർ ആക്രിലിക് ബോട്ടിൽ തീരാറായി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിൽ തന്നെ ആദ്യം പറഞ്ഞില്ലേ തീരാറായി കഴിഞ്ഞ് ഇനി തൊട്ട് കളയണ്ട. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ആക്രിലിക് പെയിൻറ്റിൻ്റെ തന്നെ ട്യൂബ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. 50 രൂപയുള്ളൂ ഒരു പാക്കറ്റായിട്ട് കിട്ടുന്നതിനകത്ത്. അതിനകത്ത് ഗ്രീൻ കളർ എൻ്റെ കയ്യിൽ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അത് നമ്മൾ കുറച്ച് ഡ്രോപ്സ് നമ്മുടെ തീരാറായതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെയിം പ്രൊസീജിയർ വീണ്ടും നമ്മൾ ചെയ്യുകയാണ്. നമ്മുടെ ആദ്യത്തെ സെയിം ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കപ്പോൾ ഒരു ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ചെയ്തെടുത്ത ബാക്കി എല്ലാ കളേഴ്സും നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ ആദ്യം തന്നെ ഇവിടെ നമ്മൾ ഗ്രീൻ കളർ ഇപ്പോൾ ലാസ്റ്റ് ബോണസ് ടിപ്പിലൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് വേറെ നമ്മൾ ചെയ്തെടുത്ത ഒരു ബ്ലൂ കളറായിരുന്നു ചെയ്തത്. പിന്നെ ഒരു ബ്ലാക്ക് കളർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കോഫി ബ്രൗൺ കളർ. ഇത്രയും കളേഴ്സാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നത് തന്നെയുള്ളൂ. നമ്മളിപ്പോൾ കടയിൽ ഇപ്പോൾ ആക്രിലിക് പെയിൻറ്റ് തീർന്നു എന്ന് വിചാരിച്ച് കടയിൽ പോയി മേടിക്കണമെന്നില്ല. നമുക്ക് നല്ല റിസൾട്ടും തരുന്നുണ്ട് ഇതിനകത്ത്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ശരിക്കും അതിൻ്റെ കളർ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ആദ്യം ചെയ്ത ആ കളറിൻ്റെ ആ പെയിൻറ്റിൻ്റെ അതാണ് അതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കളർ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത 4 കളേഴ്സാണ്. പലതരം മെത്തേഡ് നമ്മളിപ്പോൾ ആദ്യം കാണിച്ച ഇപ്പോൾ ഈ 3 മെത്തേഡ് കാണിച്ചില്ലേ, ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണ് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടത് ആ കളറൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.
ഇതിപ്പോൾ നമ്മുടെ സെക്കൻഡ് മെത്തേഡിലൂടെ ചെയ്തെടുത്തതാണ്. വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. ഈ വീഡിയോ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആക്രിലിക് പെയിൻറ്റിൻ്റെ സെയിം റിസൾട്ട് തന്നെ നമ്മൾ ഈ വീട്ടിൽ ചെയ്തെടുത്ത് ഈ ഹോം മെയ്ഡ് ആക്രിലിക് പെയിൻറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ വീഡിയോ അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തു വെച്ചതാണ്. എനിക്ക് ഇടാനായിട്ട് അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശരിയാവാത്തതുകൊണ്ടാണ് അന്നൊക്കെ ഞാൻ വീഡിയോ ഇടാത്തത്. നമ്മുടെ ചാനലിലൂടെ നേരത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മളൊരു പെയിൻറ്റിങ് ചെയ്തത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത ആക്രിലിക് പെയിൻ്റ് ആയിരുന്നു. അതാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അടുത്ത ദിവസം ഞാൻ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.